മരമോ അത് ഈശോതൻ ചിത്രങ്ങളും പൊന്നീശോതൻ ചിത്രങ്ങളും. അമ്മയടുപ്പതിൽ ചുട്ടെടുത്തിടുന്നൊരപ്പം അതു തന്നെയോ? പള്ളിയിലപ്പത്തിനിത്ര ചെറുപ്പമോ ഇന്നു ഞാൻ ചോദിച്ചല്ലോ. ഉന്നതനാം ദൈവം കുഞ്ഞായി വന്നെന്നും അപ്പമായി മാറിയെന്നും കുഞ്ഞിലെ ഞാൻ അറിഞ്ഞു, എന്നമ്മ പറഞ്ഞു തന്നു. നീലക്കുറിഞ്ഞിക്ക് നീല നിറം മിന്നിതെങ്ങനെ കിട്ടിയമ്മേ? നീലമയിലിന്റെ പിലിയിതെന്റെ നീല നിറമയമ്മേ? മനമിതെന്റെ മാറി നിറത്തെ കാണിച്ചിടുന്നതമ്മേ? മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. മഴവില്ലിനു പിന്നിൽ ഞാൻ എഴുതിറങ്ങളെ കണ്ടിതു തീർച്ചയമ്മേ. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനനിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ചേച്ചി പിന്നെ ബൈബിളൊക്കെ വായിച്ച് അങ്ങനെ സുഖമായിട്ട് എണീക്കുന്നുണ്ടാ. വിവരമൊക്കെ അറിഞ്ഞു. ആശുപത്രിയിൽ നിന്ന് വന്നിട്ട് എത്ര ദിവസമായി? ഒരാഴ്ച കഴിഞ്ഞാ ചേച്ചി. ഒരാഴ്ച കഴിഞ്ഞോ? അത് ശരി. ദൈവം രക്ഷിച്ചില്ലേ ഇത്രയും വലിയ അപകടത്തിൽ നിന്നൊക്കെ. അപ്പം പിന്നെ ഇനി ബൈബിളൊക്കെ വായിക്കാതിരിക്കാൻ പറ്റുമോ? ബൈബിള് വായിച്ചാൽ അതിനിപ്പോൾ ഈശോ തന്നൊരു നല്ല അവസരമാണ്. കാരണം നമുക്കൊരസുഖം വരുന്നതും ഇച്ചിരി റെസ്റ്റ് എടുക്കേണ്ടിയൊക്കെ വരുന്നതെന്ന് പറയുമ്പോൾ അന്നേരം ഇച്ചിരി കൂടെ കൂടുതൽ ഈശോയെ അറിയാനും സ്നേഹിക്കാനും ബൈബിള് വായിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമായി അതങ്ങ് വിനിയോഗിക്കാൻ വേണ്ടി ദൈവം കാത്തല്ലോ ഇത്ര ബൈബിള് വായിച്ചിരിക്കാൻ വേണ്ടി കുറെ. എങ്ങനെയാ ഷീബ എങ്ങനെയാ ഇവിടെ? ഞാൻ പിള്ളേരാരും ഇല്ലല്ലോ എന്ന് ഓർത്തോണ്ട് എൻ്റെ പിള്ളേർ പോയി കഴിഞ്ഞപ്പം തന്നെയല്ലേ ഉള്ളൂ എന്ന് ഓർത്ത് രാവിലേക്ക് പോന്ന. അതെയല്ലേ? എനിക്ക് അങ്ങനത്തെ സ്നേഹമൊക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരും. അല്ല, ഞങ്ങൾ മാതൃവേദിക്കാരല്ലേ ചേച്ചി. അതെ. അല്ല, കൂട്ടുകാരാകുമ്പോൾ ഇതൊക്കെ വേണം കേട്ടോ. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അതല്ലേ, നമുക്കൊരാവശ്യം ഒരാൾക്ക് വരുമ്പോൾ അവരെ പോയി സഹായിക്കുക, ഇതൊക്കെയാ നല്ലത്. ഇടയ്ക്കിടയ്ക്ക് കൊച്ചുങ്ങൾ പോയി കഴിയുമ്പോൾ വരും സഹായിക്കും. പിള്ളേര് മോളൊക്കെ അങ്ങ് വീട്ടിൽ പോയി അല്ലേ? മോള് വീട്ടിൽ പോയി. ഇതെന്നാ പറ്റിയത്? എങ്ങനെയായിരുന്നു ആൻ ചേച്ചി അത് പറയാന്? ഞാൻ എങ്ങനെയാ പണിയുന്നൊന്നും ഇല്ല, ഈ കൊച്ചുങ്ങളെയൊക്കെ നോക്കി ഇവിടെ ഇരിക്കുക ചെയ്യുന്നത്. അപ്പം പിള്ളേർ വീട്ടിൽ പോയപ്പം എന്ത് ചെയ്യുന്നു, ഞാൻ ഇച്ചിരി നേരം ഇരുന്നപ്പോൾ ഒരു ഗോതമ്പ് കഞ്ഞി കുടിച്ചേക്കാം. അന്ന് പണിക്കാരിയും വന്നില്ല. എന്നാൽ ഒരു ഗോതമ്പ് കഞ്ഞി കുടിച്ചേക്കാന്ന് ഓർത്തുകൊണ്ട് കുക്കർ എടുത്ത് പോയി. അത് തന്നെ അടുത്ത് എങ്ങനെയായിരുന്നതെന്ന് അറിയത്തില്ല വെച്ചു. കുറേ നേരം കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ബൈബിൾ വെക്കുവായി ചെല്ലുമ്പോൾ ആ സമയത്താ ചെല്ലുന്ന സമയത്ത് പൊട്ടിയങ്ങ് തെറിച്ച് കഴിഞ്ഞു. അപ്പോൾ ഒരു ചില്ലിങ്ങി വന്ന് ഇങ്ങോട്ടങ്ങ് തെറിച്ചു. എൻ്റെ ഈശോ ഏതായാലും ഭാഗ്യത്തിന് ആ സമയത്ത് തെറിക്കുന്ന അടുത്ത് നിന്നില്ല. കൊച്ചും കണ്ടു അല്ലേ? കൊച്ചില്ലായിരുന്നു ആ സമയത്തല്ലേ? അതെ, കൊച്ചും ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഇവരെല്ലാം പോയ സമയമായിരുന്നു. ഏതായാലും ശരിക്കും പണ്ടൊക്കെ ഇങ്ങനെ ഈ കുക്കറൊക്കെ അന്ന് എല്ലാ വീടുകളിലും ഒന്നും ഇല്ലായിരുന്നല്ലോ. ഇറങ്ങിയ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പത്രത്തിലൊക്കെ വന്നിട്ടുണ്ട്, ഇങ്ങനെ കുക്കർ പൊട്ടിത്തെറിച്ച് ആൾ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ വായിച്ചിട്ടുണ്ട് പണ്ടേ. ഇപ്പം എല്ലായിടത്തും കുക്കർ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും അറിയാം ഇത്. അതുമല്ല ക്ലാരമ്മ, ഇതിൻ്റെ ഒരു മാനുവലുണ്ട്, ഇൻസ്ട്രക്ഷൻസ് മാനുവലുണ്ട്. ഞാൻ ഈ അടുക്കളയിൽ പണിയാത്തതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കാറില്ല, വായിച്ചില്ല. അതാ പഠിക്കേണ്ടത്. നമ്മൾ എന്ത് ഉപകരണങ്ങൾ മേടിക്കുമ്പോഴും, ഇപ്പം മിക്സി മേടിച്ചാലും കുക്കർ മേടിച്ചാലും ടി വി മേടിച്ചാലും അതുപോലെ കമ്പ്യൂട്ടർ മേടിച്ചാൽ അതിനൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻസ് മാനുവലുണ്ട്. അത് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, റീഡ് ബിഫോർ യൂസ്. നിങ്ങളിത് ഉപയോഗിക്കുന്നതിന് മുമ്പേ ഇത് വായിച്ച് നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് വായിച്ച് നോക്കി പഠിച്ചിട്ട് അതിൻ്റെ പാഴ്സ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ നോക്കണം. ഇപ്പോൾ കുക്കറിൻ്റെ ആണെങ്കിൽ അതിനകത്ത് എന്തേലും വെള്ളം ഒഴിക്കണം,
അതിൻ്റെ ഗ്യാസ്കറ്റ് എവിടെ ഇടണം, അല്ലെങ്കിൽ വെയിറ്റ് എവിടെ വെക്കണം, പിന്നെ അതിൻ്റെ അകത്തെ ആ ദ്വാരം അടഞ്ഞിരിക്കാൻ പാടില്ല. അവിടെ എന്തെങ്കിലും ഒരു കുഞ്ഞു പൊടി അടഞ്ഞിരുന്നാൽ മതി. നമ്മൾ ശ്രദ്ധിക്കണില്ല, ശ്രദ്ധിച്ചില്ല. ഇനി എങ്ങനെ വായിക്കാതെ പോയി എടുക്കരുത്. അത് കഴിഞ്ഞ് വായിച്ചു അല്ലേ? അത് കഴിഞ്ഞപ്പോഴാണ് ഈ കടലാസൊക്കെ അത് മാനുവൽ അവിടെ ഇരിക്കുന്നത് കണ്ടത്. ഇത് നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ തന്നെ ഇത് കിട്ടും. ഇതിത്രയും ഇൻസ്ട്രക്ഷൻസ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളിതൊക്കെ ഒന്ന് വായിച്ച് പഠിക്കാതെ ഇനിയാണേലും ശ്രദ്ധിച്ചോ, എന്ത് സാധനം നമ്മൾ ഉപയോഗിക്കാനായിട്ട് എടുത്താലും അതിന് മുമ്പ് അതിനെക്കുറിച്ചുള്ളത് എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്തില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഇരിക്കും. ഏതായാലും കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ദൈവമേ, അതാ പൊട്ടിയ സമയത്തെങ്ങാനും ആയിരുന്നു എന്തായിരുന്നു, അടുക്കളയിലായിരുന്ന പ്രശ്നമായി പോയേനെ. ഇതേ ശരിക്കും പറഞ്ഞാൽ മനുഷ്യർ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെയാണ്. എന്നാന്ന് ചോദിച്ചാൽ നമ്മളെങ്ങനെയാണ് ജീവിക്കേണ്ടത്, നമ്മൾ ഏത് ജോലിയിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം, മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടണം, മക്കളെ എങ്ങനെ വളർത്തണം, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്നും വായിക്കില്ല. ശരിക്കും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ റീഡ് ബിഫോർ യൂസ് അല്ലേ? നമ്മൾ വിവാഹം അനുഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വായിക്കാൻ വേണ്ടി ഈശോ തന്നിട്ടുണ്ട്. അത് ഈശോ പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾ ഈ ഗ്രന്ഥത്തിൽ, അതായത് ഏശയ്യായുടെ പുസ്തകത്തിൽ 54 തോന്നുന്നു, ഏശയ്യായുടെ പുസ്തകം 54-ാം അധ്യായത്തിൽ 16, കർത്താവിൻ്റെ ഗ്രന്ഥത്തെ കണ്ടുപിടിച്ച് വായിക്കുക, ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനെ ഇണയില്ലാതെ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ച് വായിക്കണം. കാരണം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിനകത്തുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് വിളിയും നിയോഗവുമാണേലും അതിനനുസരിച്ച് എങ്ങനെ നമ്മൾ ജീവിച്ച് വിജയിച്ച് സന്തോഷിച്ച് മരിച്ച് സ്വർഗത്തിൽ എത്തണം എന്നുള്ളതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വായിക്കണം. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ വായിച്ച് ചെറുപ്പം മുതലേ മക്കളെ നമ്മളിത് പഠിപ്പിക്കുകയും ചെയ്യണം. കാരണം ഇതിനകത്ത് ഇപ്പം നമ്മളൊക്കെ ഓർക്കും, വിവാഹത്തിന് നമ്മൾ മനസ്സമ്മതം നടത്തൂലേ? എന്തിനാണ് മനസ്സമ്മതം നടത്തുന്നത്? ശരിക്കും എല്ലാവരും പറയും ആ ചടങ്ങിൻ്റെ ആവശ്യമുണ്ടോയെന്ന് ചോദിക്കും അല്ലേ? പണ്ടൊക്കെ 5-6 പേരേ ഉള്ളൂ മനസ്സമ്മത കല്യാണത്തിന് ചെല്ലുള്ളൂ പള്ളിയിൽ അല്ലേ? 7, 9 അത്ര പേരേ ഉള്ളൂ. ഇന്ന് വലിയ കല്യാണമാണ്, ആർഭാടമാണ്. പക്ഷെ അതിൻ്റെ കണ്ടന്റ് എന്താന്ന് ഈ പ്രതിസുത വരനും അറിയില്ല, പ്രതിസുത വധുവിനും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. എന്നാലിങ്ങനെ ഒരു കൊച്ചിനോട് ഞാൻ ചോദിച്ചു, മോളെ മനസ്സമ്മത കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ, അപ്പോൾ ഒരുങ്ങുന്നുണ്ടോ മോൾ? അപ്പോൾ പറഞ്ഞു ഒരുങ്ങുന്നുണ്ടോ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഒരുങ്ങുന്നുണ്ടോ, എങ്ങനെയാ? അത് ബ്യൂട്ടി പാർലറിൽ പോയി ഞാൻ ഒരുങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ശരിക്കും ആ മോൾക്ക് അതേ അറിയാവുള്ളൂ. കല്യാണത്തിന് വേണ്ടി ഒരുങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മോള് പറഞ്ഞത്, ആ കൊച്ചു പറഞ്ഞത് ഞാൻ ഒരുങ്ങുന്നുണ്ട്, ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് ആർക്കും അറിയില്ല. അപ്പം ശരിക്കും നമുക്ക് ഒരുക്കത്തിനുള്ള ഒരു സമയമായി. ഒത്തുകല്യാണം കഴിഞ്ഞ് 3 ആഴ്ച വിളിച്ചില്ല എന്നൊക്കെ പറയുന്നില്ലേ? അപ്പം ശരിക്കും നമ്മൾ ഇതെല്ലാം വായിച്ച് പഠിക്കണം. അത് തന്നെയല്ല, നമ്മൾ ഈ ഒത്തുകല്യാണത്തിന് പള്ളിയിൽ വരുമ്പോഴത്തേക്കും ഈ കല്യാണം കഴിക്കാനുള്ള പെണ്ണും ചെറുക്കനെയും വൈദികം വിളിക്കും അല്ലേ? അൽത്താരയുടെ അങ്ങോട്ട് വിളിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒത്തുകല്യാണം എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കളെയും പഠിപ്പിക്കും. കാരണം അന്ന് അവരുടെ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. ഈ മന്ത്രിമാരൊക്കെ കയറുകയല്ലേ, മന്ത്രിമാരൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തല്ലേ അവർ കേൾക്കുന്നത്. അന്നേരം സത്യപ്രതിജ്ഞ ചെയ്തതിനകത്ത് പറഞ്ഞേക്കുന്നതിന് വിപരീതമായിട്ട് അവർ മന്ത്രി കസേര കയറിയിരുന്ന് അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ അവിടെ അവിശ്വാസം വരും, അവിടെ പ്രശ്നമാവും. കസേര പോലും പിന്നെ കിട്ടിയെന്ന് വരില്ല, സ്ഥാനം ഒഴിയേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഒരു സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഈ മനസ്സമ്മത കല്യാണം. അതിനകത്ത് കത്തോലിക്ക സഭയുടെ ഇതനുസരിച്ചാണെങ്കിൽ വൈദികൻ അൾത്താരയിലേക്ക് വിളിക്കും, അൾത്താരയുടെ അടുത്തേക്ക് വിളിക്കും അല്ലേ? വരനെയും വധുവിനെയും, പ്രതിസുത വരനെയും വധുവിനെയും വിളിക്കും. വിളിച്ചിട്ട് എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യം, ഒരു പെങ്കൊച്ചിനോട് ചോദിച്ചു, മോളെ എന്തായിരുന്നു? അത് ഞങ്ങളെ അങ്ങ് പള്ളിക്കകത്തേക്ക് വിളിച്ചു, അച്ഛൻ ചോദിച്ചു എന്നെ കെട്ടാൻ അവന് സമ്മതമാണോന്ന് അവനോട് ചോദിച്ചു, എന്നോടും ചോദിച്ചു, അവനോടും ചോദിച്ചു, ഞങ്ങൾക്ക് കെട്ടാൻ സമ്മതം, ഞങ്ങൾ സമ്മതമാണെന്ന് പറഞ്ഞു. പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു, പിന്നെ കുറച്ച് ഭക്ഷണം കഴിച്ചു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും നമ്മൾ തിരിച്ചറിയണം, അന്ന് അതൊരു വലിയ ചടങ്ങാണ്. അതായത് സഭയുടെ അന്ന് ഗുരുക്കന്മാരെല്ലാവരും ഉണ്ട്, മാതാപിതാക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സമൂഹത്തിലുള്ളവരുണ്ട്, സഭയിലുള്ളവരുണ്ട്. പിന്നെ ദേവാലയം എന്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ശരിക്കും ഒരു അടിസ്ഥാന കല്യാണം തന്നെയാണ്. അതായത് അതിനുള്ള മുന്നൊരുക്കമാണ്. അതായത് ഈശോ അവിടെയുണ്ട്, സർക്കാരിയിലുണ്ട്. അപ്പം ദൈവത്തിൻ്റെ മുമ്പിലും
മനുഷ്യൻ്റെ മുമ്പിലും ദൈവത്തിൻ്റെയും സഭയുടെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ ഈ പ്രതിസുത വരനും വധുവും ഒരു സത്യപ്രതിജ്ഞ ചെയ്യുക. അതെന്നതാ, ഈ കല്യാണം കഴിച്ചോളാൻ സമ്മതം എന്നല്ല പറയണത്. അതിനകത്ത് വൈദികൻ പുരോഹിതൻ 2 കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ കത്തോലിക്ക സഭയിൽ അത് വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്. മറ്റു സഭകളിൽ അത്ര ഇല്ല. ലത്തീനിലൊക്കെ ഇച്ചിരി വ്യത്യാസങ്ങളുണ്ട് അതിന്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: കത്തോലിക്ക സഭയുടെ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ചുകൊണ്ടും യേശുക്രിസ്തുവിൻ്റെ, അതായത് ഈശോ മിശിഹായുടെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടും ഈ നിൽക്കുന്ന പുരുഷൻ്റെ പേര് പറഞ്ഞിട്ട് ഇവനെ ഭർത്താവായി സ്വീകരിക്കുവാൻ സമ്മതമാണോ, ഭാര്യയായി സ്വീകരിക്കാൻ സമ്മതമാണോ? അപ്പം എങ്ങനെയാണ് അതിൻ്റെ അടിസ്ഥാനം തന്നെ? ഈ 2 കാര്യമാണ്. ഒന്ന്, കത്തോലിക്ക സഭയുടെ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ചുകൊണ്ടും യേശുക്രിസ്തുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടും. ഈ 2 കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് മരിക്കുന്നത് വരെ ജീവിച്ചു കൊള്ളാമെന്നുള്ള സത്യപ്രതിജ്ഞ ചെയ്യുവാണ് അന്നത്തെ ദിവസം. അപ്പം ദൈവത്തിൻ്റെയും സഭയുടെയും സമൂഹത്തിൻ്റെയും മുമ്പിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്ത് ആ ദൗത്യം ഏറ്റെടുക്കുവാൻ സമ്മതം കൊടുക്കുക. വീണ്ടും മിന്നു കെട്ടുന്നതിന് മുമ്പ്, കല്യാണം നടക്കുന്നതിന് മുമ്പ്, ആ കൂദാശ നടക്കുന്നതിന് മുമ്പ് വീണ്ടും വൈദികൻ ചോദിക്കും. അത്ര ഉറപ്പിക്കുവാണ്. അന്നേരം ചോദിക്കും, ഈ കത്തോലിക്ക സഭയുടെ ആചാര അനുഷ്ഠാനങ്ങൾ അനുസരിച്ചുകൊണ്ടും യേശുക്രിസ്തുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടും ഭാര്യ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതമാണോ എന്ന് 2 പേരോടും ചോദിക്കുന്നു. 2 സാക്ഷികളെയും വയ്ക്കും. കാരണം ഇവർ കേട്ടു എന്നുള്ള തെളിവാണത്. അപ്പം ഇങ്ങനെ ജീവിതം അങ്ങ് ആരംഭിച്ചിട്ട്, അങ്ങനെ ആരംഭിക്കുമ്പോൾ ഈ പിള്ളേർക്ക് ഇത് അറിയണ്ടേ? യേശുക്രിസ്തുവിൻ്റെ നിയമങ്ങൾ എവിടുന്നാണ് കിട്ടണേ? ഈ വിശുദ്ധ ഗ്രന്ഥത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ നിയമങ്ങൾ. സഭയുടെ ആചാരാനുഷ്ഠാനങ്ങളും ഉണ്ട്, അത് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഈ വിശുദ്ധ ഗ്രന്ഥത്തിലാണ് എഴുതി വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ നിയമങ്ങൾ. അപ്പം ഈ ഒരു ഭർത്താവ് എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പണം സമ്പാദിക്കണം, ഭാര്യ എങ്ങനെ കുടുംബത്തിൽ ജീവിക്കണം, എങ്ങനെ ഇവർ 2 പേരും ചേർന്ന് എങ്ങനെ മക്കളെ ജനിപ്പിക്കണം, എങ്ങനെ മക്കളെ വളർത്തണം, ഇതെല്ലാം ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വായിച്ച് നോക്കി പഠിക്കാതെ എങ്ങനെ ഇവർ സമ്മതം മൂളും? ഇത് വായിച്ച് യേശുക്രിസ്തുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ഞാൻ ഭാര്യയായി ഭർത്താവായി സ്വീകരിക്കുന്നു എന്നാണ് പറയണത്. അപ്പം ഈ നിയമം അറിയത്തില്ലെങ്കിൽ എന്തു ചെയ്യും? ഇപ്പോൾ കുക്കർ പൊട്ടിത്തെറിച്ച പോലെ ആവും. അങ്ങനെയാ തകർച്ച വരുന്ന കുടുംബജീവിതത്തിൽ. ഭാര്യയ്ക്ക് അറിയത്തില്ല എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പെരുമാറണം, എങ്ങനെ അമ്മയായി ജീവിക്കണം, അല്ലെ എങ്ങനെ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കണം, ഇതൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത്. അപ്പം ശരിക്കും പറഞ്ഞാൽ കള്ളമാണെന്ന് പറയണം ഈ പിള്ളേരൊക്കെ. ഞാനൊരു കൊച്ചിനോട് ചോദിച്ചു, ഒത്തുകല്യാണം കഴിഞ്ഞ മോളെ വിശുദ്ധ ഗ്രന്ഥം മോള് വായിച്ച ഒരു പ്രാവശ്യമെങ്കിലും മൊത്തം വായിച്ചിട്ടുണ്ടോ? ഇല്ല ആൻറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ എന്നതാ അറിയാവുന്നേ? അപ്പോൾ അവർ പറയുന്നത് തന്നെ ഈ നിയമങ്ങൾ അനുസരിച്ച് ഞാൻ ജീവിച്ചോളാം, ഭാര്യയായി ഭർത്താവായി സ്വീകരിക്കാമെന്ന് പറയുമ്പോൾ ഇതറിയില്ലെങ്കിലോ? അപ്പോൾ അറിയില്ലെങ്കിൽ അപകടം ഉണ്ടാകും. അപ്പോൾ അത് ഇന്ന് നമ്മൾ ബുദ്ധിപരമായിട്ടാണ് ചിന്തിച്ച് കുടുംബജീവിതത്തെ മുമ്പോട്ട് നയിക്കണേ. ബുദ്ധിയിൽ പിള്ളേർക്കെല്ലാം നല്ല ബുദ്ധിയും ഭയങ്കര കഴിവുകളും ഉണ്ട്, നല്ല വരുമാനമുണ്ട് ഇപ്പോൾ പിള്ളേർക്കൊക്കെ മിക്കവാറും അല്ലേ? അതെ. പക്ഷേ ഈശോ പറഞ്ഞ ആ കൂദാശ അനുസരിച്ചുള്ള ജീവിതം, വിവാഹം എന്ന കൂദാശ അനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് കടക്കാനായിട്ട് അവർക്ക് കഴിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒത്തിരി ഡൈവോഴ്സൊക്കെ ഇന്ന് ഒത്തിരി കേസ് ഇന്ന് ഒത്തിരി എണ്ണം വർദ്ധിച്ചു വരുക. അപ്പം നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ പിള്ളേരെ ശരിക്കും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഈശോയുടെ നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിപ്പിക്കണം. ഇപ്പോൾ കുഞ്ഞുങ്ങളെ വളർത്തുന്ന കാര്യം ഇതിനകത്തുണ്ട്. എങ്ങനെയാണ് കൊച്ചുങ്ങളെ വളർത്തേണ്ടത്? ആ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുന്ന എഫേസ്യർ ലേഖനം 6-ാം അധ്യായത്തിൽ 4 പറയണത്, മക്കളെ വളർത്തുമ്പോൾ എന്ത് നിയമം അനുസരിച്ചാണ് വളർത്തേണ്ടത്? കർത്താവിൻ്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതറിയത്തില്ല പിള്ളേർക്ക്. അതുകൊണ്ട് ഇന്നുള്ളതെല്ലാം ബുദ്ധിപരമായിട്ടുള്ള സകല സംഗതികളും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. ആത്മീയമായ ഒരു വളർച്ചയ്ക്കുള്ള ഒരു സാധ്യത അവിടെ പകർന്നു കൊടുക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ കല്യാണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിവാഹിതരാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മക്കൾക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അത് തന്നെയല്ല ഇതിൽ വചനം ശക്തിയാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ടല്ലോ. അതായത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ 6 വായിക്കുമ്പോൾ അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, കർത്താവ് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് എന്ന. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6:63 അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്കത് നോക്കാതൊന്ന്. അപ്പം നമ്മളിതൊക്കെ വായിച്ചു കഴിയുമ്പോൾ കേട്ടോ, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. അപ്പം ദൈവം പറഞ്ഞ വാക്കുകളാണ് ഇത്.
ഇത് യേശുക്രിസ്തുവിന്റെ സ്വന്തമല്ല. ഈശോ പറയണ്ട എൻ്റെ ഈ പ്രബോധനം എൻ്റെതല്ല, എൻ്റെ പിതാവിൻ്റെതാണ്. അപ്പൊ ഈശോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിതാവ് പറയുന്നത് കേട്ട് ഞാൻ പറയുന്നു. പിന്നെ പറയുന്നത് എൻ്റെ പിതാവ് ചെയ്ത് കാണിക്കുന്നത് ഞാൻ ചെയ്യുന്നു. അപ്പം ഞാനും പിതാവും ഒന്നാണ്. അപ്പം പിതാവിൻ്റെ വാക്കുകൾ, വചനം, കൽപ്പന, അത് യേശുക്രിസ്തു പറഞ്ഞു. അത് ലിഖിത രൂപത്തിൽ, അക്ഷര രൂപത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം. ഇപ്പം നമ്മുടെ ഒരു ദിവസത്തിൽ നോക്കി എന്തുമാത്രം നോവലും മാസികയും പത്രവും വായിച്ചു തീർക്കുന്നുണ്ട് ഇല്ലേ? ക്ലാരമ്മ പത്രം വായിക്കാറില്ലേ? പത്രം വായിക്കാറ്. ഒരു ദിവസം നമ്മൾ പത്രം വായിക്കുന്ന സമയം അത്രയെങ്കിലും ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കാറുണ്ടോ? ഇല്ല, പത്രം മുഴുവനും ഇരുന്ന് വായിക്കില്ല. എത്ര സമയം, എന്താ ആർത്തിയ! രാവിലെ പത്രം വന്നാൽ അതൊന്ന് വായിച്ചില്ലേ എന്തൊരു വിഷമം. ചെല്ലി കഴിഞ്ഞൊരു കുറച്ച് നേരം. അതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. അതുപോലെ ഒരു നോവലോ അല്ലെങ്കിൽ ഒരു മാസികയോ വനിതയോ അല്ല എന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ എന്തുമാത്രം അതിട്ട് വായിക്കും. നോവൽ കിട്ടിയ ഒറ്റ ദിവസം കൊണ്ട് തീർക്കും, വായിച്ചു തീർക്കും. പക്ഷേ ഇത് വായിക്കാൻ മാത്രം ആർക്കും സമയവും ഇല്ല, താല്പര്യവും ഇല്ല, മനസ്സിലാകുകയെന്നാണ് പറയണേ. പക്ഷെ നമ്മൾ വായിക്കും തോറുമാണ് നമ്മൾ, അതായത് ഈശോ പറഞ്ഞില്ലേ നമ്മളോട്, പിതാവായ ദൈവത്തെയും ദൈവം അയച്ച പുത്രനായ യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അറിയണം. അറിയുന്നത് എങ്ങനെയാ? നോവൽ വായിച്ചാൽ കിട്ടുമോ? പത്രം വായിച്ചാൽ യേശു ക്രിസ്തുവിനെ പറ്റി അറിയാൻ കിട്ടുമോ? അപ്പൊ ഈ വിശുദ്ധ ഗ്രന്ഥം വായിക്കണം. ഇത് വായിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഈശോ ആരാന്നും, നമുക്ക് വേണ്ടി ഈശോ എന്താ ചെയ്തതെന്ന്. ഈശോ പാടുപീഡകളേറ്റ് മരിച്ചു, അവിടുന്ന് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, ഇപ്പോൾ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു എന്നും ഇനിയും വരുമെന്നും നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമെന്നും ഒരു ശിക്ഷാവിധി ഉണ്ടെന്നും അപ്പോൾ അതിൽ ഉൾപ്പെടാതെ, ശിക്ഷയിൽ ഉൾപ്പെടാതെ കർത്താവ് നമുക്ക് ചെയ്തു തന്ന രക്ഷ, ഇതെല്ലാം തിരിച്ചറിയണമെങ്കിൽ ഇതിനകത്തേ ഉള്ളൂ. വേറെ പുസ്തകം വായിച്ചാൽ അതിനകത്തൊന്നുമില്ല. അതിനകത്ത് ചില കഥാപാത്രങ്ങളൊക്കെ ഉള്ളൂ, ചില നോവലൊക്കെ എടുത്ത് വായിച്ചാൽ. അപ്പം ശരിക്കും ഇത് നമ്മൾ വായിക്കാനുള്ള ഒരു ആർത്തി, ഒരു ദാഹം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ഇത് ആത്മാവും ജീവനുമാണ്. ഈ വചനമാണ് നമുക്ക് വഴിതിരിച്ചില്ല. ഇപ്പം നമ്മളിപ്പോൾ 1 കിലോ മീൻ മേടിക്കുന്നു, 1 കിലോ ഇറച്ചി വാങ്ങിക്കുന്നു, അല്ലെ 1 കിലോ പാവയ്ക്ക പച്ചക്കറി മേടിക്കുക. ഇത് ഈ 1 കിലോ എന്ന് എങ്ങനെയാണ് നമ്മൾ അറിയണേ? എങ്ങനെയാ അറിയണേ? നമുക്ക് ഏകദേശം ആവശ്യമുള്ളത് തൂക്കി നോക്കും അല്ലേ? അപ്പൊ തൂക്കുമ്പോ അവിടെ എന്തുണ്ട്? ഈ ത്രാസില്ലേ, ത്രാസുണ്ട്. ആ ത്രാസിനകത്ത് ഒരു കട്ടിയില് 1 കിലോയുടെ വെയിറ്റ് വയ്ക്കും, മറ്റേതില് പാവയ്ക്ക് വയ്ക്കും. അപ്പോൾ 1 കിലോ പാവയ്ക്ക വേണമെന്ന് പറയുമ്പോൾ 1 കിലോയുടെ വെയിറ്റ് വെച്ചിട്ട് അതിന് തുല്യമായത് വെക്കുന്നത്. അപ്പം നമുക്ക് ആ ത്രാസ് കൃത്യ ഇത് 1 കിലോ ഉണ്ട്, ഇത് ശരിയാ, സത്യമായ കാര്യമാണെന്ന് നമുക്കും ബോധ്യം, തന്ന കടക്കാരനും ബോധ്യമാണ്. അപ്പം അല്ലേ? അപ്പം നമ്മളിപ്പോൾ ജീവിത പങ്കാളിയോടൊരു സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക, ആ പറഞ്ഞത് ശരിയാണോ? ഇല്ലെങ്കിൽ നമ്മുടെ അമ്മായിയമ്മയോട് എന്തെങ്കിലും നമ്മളൊരു ശുശ്രൂഷ ചെയ്യുക, അത് ശരിയായ രീതിയിലാണോ ഞാൻ ആ ശുശ്രൂഷ ചെയ്തത്? അല്ലെ എൻ്റെ മരുമകളോട് ഞാൻ എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുത്തു, അത് ശരിയായ രീതിയിലാണോ ഞാൻ ആ പറഞ്ഞത്? അല്ല എൻ്റെ മക്കൾക്ക് ഞാൻ ഉപദേശം കൊടുക്കുക, അത് എങ്ങനെയുള്ള ഉപദേശം, ഏത് രീതിയിലുള്ള ഉപദേശം ശരിയായിരുന്നോ? എങ്ങനെ തീരുമാനിക്കും? ഇപ്പം നമ്മളൊക്കെ തീരുമാനിക്കണത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി നമ്മുടെ മനസ്സിൽ തോന്നുന്നതും ഞാൻ പറഞ്ഞതാ ശരി, നീ അങ്ങ് അനുസരിച്ചോ. മരുമകളോട് പറയും നീ അതങ്ങ് അനുസരിച്ചേ, അത് എനിക്കറിയാം, എൻ്റെ ജീവിതാനുഭവം കൊണ്ട് പഠിച്ചതാ. നമ്മളങ്ങനെയാണ് പറയണത്. പണ്ട് ഞാനിങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ഭർത്താവിനോട് പറയും നിങ്ങളല്ല ശരി, എൻ്റെ മനസ്സിലങ്ങനെ ഞാൻ പറഞ്ഞതാ ശരി. പക്ഷെ ഇതെങ്ങനെയാണ് ഈ ശരിയും തെറ്റ് ആരാ തീരുമാനിക്കുന്നത്? ഭർത്താവ് പറയും അല്ലടി ഞാനാ പറഞ്ഞതാ ശരിയല്ല, ഞാനാ ചെയ്താ ശരി എന്ന് പറയുമ്പോൾ ആ ഭർത്താവിൻ്റെ മനസ്സിലുള്ള ധാരണയും ബുദ്ധിയും അറിവും കിട്ടിയ ബോധ്യവും വെച്ചാ പറയുന്നത്. ഇത് എങ്ങനെയാണ് ശരിയാന്ന് ആരാ തീരുമാനിക്കുന്നത്? എന്താണ് ശരി? കുടുംബജീവിതത്തിൻ്റെ ശരിയും തെറ്റും ആര് തീരുമാനിക്കും? അതാണ് വചനം എടുക്കണം. ഈ വചനമാണ് തൂക്കുകട്ട. ഈ വചനമാകുന്ന തൂക്കുകട്ട കൊണ്ട് നമ്മുടെ ഓരോ വാക്കിനെയും ഓരോ പെരുമാറ്റത്തെയും ഓരോ പ്രവൃത്തിയെയും നമ്മുടെ ജീവിതത്തെ തന്നെ തൂക്കി നോക്കണം നമ്മൾ. അപ്പം നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് പഠിക്കണം. മറ്റ് വിഷയങ്ങൾ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കുതകുന്ന, കുടുംബത്തിൻ്റെ രക്ഷയ്ക്കുതകാനുള്ള ഈ വിശുദ്ധ ലിഖിതം വചനം അത് നമ്മൾ വായിക്കേണ്ടതാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ വായിച്ചുകൊണ്ടിരുന്ന ഏതാ? യോഹന്നാൻ്റെ സുവിശേഷം അല്ലായിരുന്നോ? ആ യോഹന്നാൻ്റെ സുവിശേഷം 15:7 അതിൽ വായിച്ചോണ്ടിരുന്നു അല്ലേ? 15 അല്ലേ വായിച്ചോ? മുന്തിരിച്ചെടിയാൻ്റെ അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്
യോഹന്നാൻ്റെ സുവിശേഷം 15:7 പറയുന്നത്, നിങ്ങൾ, അതായത് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. 2 കണ്ടീഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നിൽ വസിക്കണം, എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കണം. എൻ്റെ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ആരുടെ വാക്കാ? ഈശോയുടെ വാക്ക്. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ വാക്ക് വായിക്കാതെ നമ്മൾ എങ്ങനെ അറിയും? ഇത് പഠിക്കാതെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കും? ഇതാരെങ്കിലും നമ്മളെ പഠിപ്പിച്ചും തരണ്ടേ? ഒരു വിശ്വാസം ഉണ്ടാകണമെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? വചനം വായിക്കണം, വചനം കേൾക്കണം. റോമ 10:17 പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി പ്രസംഗത്തിൽ നിന്നും, പ്രസംഗം യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ആ സുവിശേഷം കേൾക്കണം. അപ്പോഴാണ് നമുക്ക് വിശ്വാസം വർദ്ധിച്ചു കിട്ടുള്ളൂ. അപ്പം നമ്മുടെ മക്കൾക്ക് വിശ്വാസം പറഞ്ഞാലും എന്ത് ചെയ്യണം? അമ്മ വായിച്ച് ധ്യാനിച്ച് അമ്മ പഠിച്ച് അത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുമ്പോൾ വചനം അനുസരിച്ച് ജീവിതം, വചനാധിഷ്ഠിത കുടുംബജീവിതം നയിക്കണം നമ്മൾ. അതിനാ ദൈവം നമ്മളങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത് വന്നവരുവാ ഈ വചനം അനുസരിച്ച് ജീവിച്ചോളാം എന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ വചനം ഈശോയാണ്. വചനം ഈശോയാണ്. വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ കർത്താവ് ഈശോ വചനം, ആ വചനമാകുന്ന ദൈവം നമ്മളിൽ വസിക്കുകയും ആ ദൈവത്തിൻ്റെ വചനം നമ്മളിൽ നിലനിൽക്കുക. അപ്പം നമ്മൾ ഈശോയിൽ വസിക്കുന്നു, ഈശോ നമ്മളിൽ വസിക്കുന്നു, വചനം നമ്മളിലുണ്ട്. അപ്പം നമ്മുടെ ഹൃദയത്തിലും അതരത്തിലും, അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 10 നമ്മൾ വായിക്കുമ്പോൾ, എന്നാൽ ആകയാൽ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്ത്? യേശു കർത്താവാണ് എന്ന അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പം രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? യേശു കർത്താവാണ് എന്ന് നമ്മൾ ഹൃദയത്തിൽ അധരം കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഈ ഹൃദയത്തിൽ വിശ്വാസം പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ യേശു കർത്താവാണെന്ന് എങ്ങനെ അറിയും? എങ്ങനെയാണ് നമ്മൾ അറിയണത്? വചനം വായിക്കണം. വചനം വായിക്കാതെ നമുക്ക് അറിയാൻ പറ്റില്ല ഈശോ എന്താ ചെയ്തത്, ഈശോ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, അല്ലെ ഈശോ ആരാ? ചിലർ ചോദിക്കല്ലേ ജീസസ് ആരാ? ഈശോയെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ പറയും ആരാ? അപ്പം നമ്മൾ അങ്ങനെ ഒരു അജ്ഞതയുടെ ലോകത്തല്ല നമ്മൾ ജീവിക്കുക. നമ്മൾ ഈശോയുടെ മക്കളാണ്. നമ്മൾ ഈശോയുടെ മക്കളാന്ന് അറിയണമെങ്കിൽ തന്നെ ഈ വചനം വായിക്കണം. വചനം വായിക്കാതെ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ വായിച്ചേ പറ്റുള്ളൂ. അപ്പം നീ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. ഇപ്പം നമ്മുടെ പരാതി തന്നെ, എന്തോരം പ്രാർത്ഥിച്ചു, എന്തോരം ഒന്നും കിട്ടണില്ല, ഇല്ലേ? പക്ഷെ ഈശോയുടെ വചനം അനുസരിച്ചൊന്ന് ചോദിച്ചേ, ആ സെക്കൻഡ് കർത്താവ് തരും. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈശോ നമ്മുടെ കൂടെ വസിക്കുക. കാരണം ഉള്ളിലുണ്ട്. നീ എന്നിൽ വസിക്കുകയും നീ കർത്താവിൽ നമ്മൾ വസിക്കുന്നു, കർത്താവ് നമ്മളിൽ വസിക്കുന്നു. അപ്പം നമ്മൾ ഈശോയും ഒന്നായി ജീവിക്കുന്ന അവസ്ഥ. അപ്പോൾ എന്ത് ചോദിച്ചാലും തരില്ലേ? അതാ ഈശോയും പറഞ്ഞത്. അപ്പോൾ വചനത്തിൽ ആ വചനം വായിക്കാനുള്ള ഒരു ആഗ്രഹം, നമുക്കൊരു ദാഹം ഉണ്ടാകണം. ആ വചനം വായിച്ച ആ ദാഹം ഉണ്ടാകുമ്പോൾ ഈശോ പറഞ്ഞില്ലേ, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അങ്ങനെ ഈശോ പറഞ്ഞു. അതുപോലെ ജ്ഞാനത്തിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് എഴുതി, ഇതെപ്പോൾ വായിക്കണമെന്ന് ചിലർ ചോദിക്കും, എപ്പോഴാണ് വചനം വായിക്കേണ്ടതെന്ന്. ഞാൻ പറയും കിട്ടുന്ന സമയം അത്രയും വായിക്കണം. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ വായിക്കുന്നത് നല്ലതാണ്. അത് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 16-ാം അധ്യായത്തിൽ ഉണ്ട്, ഇത് അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി. ഇത് മനുഷ്യൻ സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് പുലർകാല വെളിച്ചത്തിൽ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും അങ്ങയോട് പ്രാർത്ഥിക്കുകയും വേണമെന്നതിൻ്റെ വിജ്ഞാപനമായിരുന്നു. പുലർകാല അതായത് എല്ലാ ദിവസവും നമ്മൾ പുലർകാല എഴുന്നേറ്റ് കർത്താവിനെ തേടുക, കൃതജ്ഞത അർപ്പിക്കുക. ദൈവത്തിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എങ്ങനെയാണ് നമ്മൾ അറിയണേ? ഈശോ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ ആ നന്ദി അർപ്പിക്കേണ്ടതെന്ന് ഈ വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് നോക്കി ആ ഈശോ പറഞ്ഞ വചനം അനുസരിച്ച് നമ്മൾ ജീവിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ വചനം വായിച്ചേ പറ്റുള്ളൂ. ഇതാണ് കുറവിന്ന്. കാരണം നമ്മൾ ഒരിക്കൽ യൂത്തിനൊരു ക്ലാസ് എടുത്തപ്പോൾ, അപ്പം അന്നൊരു 600 പിള്ളേരുണ്ട്, യുവാക്കൾ ഒരുമിച്ചിരിക്കുക. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഈ വിശുദ്ധ ഗ്രന്ഥം എടുത്തിട്ട് ഞാൻ കാണിച്ചിട്ട് പറഞ്ഞു, ഈ പുസ്തകം
അവർ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ഈ ഗ്രന്ഥം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ച് കഴിഞ്ഞവർ ഇനി ഒന്ന് കൈ ഉയർത്താൻ പറഞ്ഞു. അപ്പോൾ 4 പിള്ളേരുണ്ട്. 4 പിള്ളേരാണ് കൈ ഉയർത്തിയത്. ഏതാ 28-30 വയസ്സിന് താഴെയുള്ള പിള്ളേരായിരിക്കണത്, യുവതി യുവാക്കൾ 4 എണ്ണം. പിന്നെ അതിൽ ഞാൻ ചോദിച്ചു പുതിയ നിയമം മാത്രം വായിച്ചിട്ടുള്ളവർ ഒന്ന് കൈ ഉയർത്താൻ പറഞ്ഞു. ഇല്ല, അത്രയ്ക്കില്ല. അപ്പം നമ്മൾ ശരിക്കും ആലോചിക്കണം, നമ്മൾ വായിക്കണം, മറ്റുള്ളവരെ വചനം വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും നമ്മുടെ മക്കളെ നിർബന്ധപൂർവ്വമെങ്കിലും വായിപ്പിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും ക്ലാരമ്മേ, മാനുവലൊന്നും വായിച്ചില്ലേലും അപകടത്തിൽ നിന്ന് കർത്താവ് രക്ഷപ്പെടുത്തി, വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെടുത്തി അല്ലേ. ഇനിയിപ്പോൾ ഇനി വചനമൊക്കെ വായിച്ച് റെസ്റ്റ് പൂർത്തിയാക്ക്, എന്നിട്ട് ഡോക്ടറെയൊക്കെ കണ്ട് കെട്ടൊക്കെ അഴിക്ക്. ഏതായാലും ഷീബയും വീട്ടിൽ ചെന്ന് എന്നും വായിച്ചോണം. തീർച്ചയായിട്ടും ചായ എടുക്കാം. ഇട്ട് വെച്ചിട്ടുണ്ടോ? ഇട്ട് വെച്ചിട്ടുണ്ട്. നന്നാ ശരി, എടുത്തോട്ടോ.